ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പ്രത്യേക സ്നാക്സാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ബ്രെഡും മുട്ടയും ഒണിയനും വെച്ചിട്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ്, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സോസിൽ മുക്കി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികെ ഇതുപോലെ ഒന്ന് മുറിച്ച് കളയണം. ഈ 4 വശം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇതിൻ്റെ സൈഡ് ഒരുമിച്ച് മുറിച്ച് കളഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ കോണ് പോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് ട്രയാങ്കിൾ ആകൃതിയിൽ മുറിച്ചെടുക്കുക. അങ്ങനെ ഓരോന്നും ഇതുപോലെ മുറിച്ചെടുത്തിട്ട് വയ്ക്കാം. നല്ല പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട്. ഇനി ഉണ്ടാക്കി തരണമെന്ന് പിള്ളേർ പറഞ്ഞേക്കുന്നത്. അത്രയ്ക്ക് നല്ലൊരു സ്നാക്സാണ് കേട്ടോ അത്. അധികം എരിവില്ല. അപ്പോൾ അത് ഇനി ഇതിൻ്റെ ഇത് നോക്കാം, എങ്ങനെയാണിത് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, ചെറുതായി അരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 1 സ്പൂണ് കോൺഫ്ലവർ. പിന്നെ ഇട്ടേക്കുന്നത് ഒരു ബട്ടർ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ മുട്ടയുടെ വെള്ള ഉള്ളതുകൊണ്ട് ഇച്ചിരി ലൂസാവും. അപ്പോൾ ഇച്ചിരി കൂടി കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. എന്നിട്ട് ഈ വെച്ചിരിക്കുന്ന ഓരോ കഷ്ണത്തിലും കുറേശ്ശെ ഈ കൂട്ട് വെച്ചിട്ട് എടുക്കാം. ഇതുപോലെ ഓരോന്നിലും വെച്ചിട്ടെടുക്കാം. കുറച്ച് നേരം വെച്ചിരുന്ന ബ്രെഡ് അങ്ങ് ഇതായി പോകും കേട്ടോ. പെട്ടെന്ന് ചെയ്യണം. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതങ്ങ് മൂപ്പിച്ചെടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും മക്കൾക്കത് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പം അടിപൊളി സ്നാക്സാണത്. സോസിൽ മുക്കി കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്നും ഇതുപോലെ മറിച്ചും തിരിച്ചുവിട്ട് നല്ല ബ്രൗൺ നിറാക്കി എടുക്കാം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. അത് കഴിക്കുമ്പോൾ നല്ല കറുകറുന്നിരിക്കും. നല്ല അടിപൊളി സ്നാക്സ് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രെഡ്, മുട്ട, സവാളയൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക സ്നാക്സ്. അപ്പോൾ ഇതുപോലെ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന്. ബ്രെഡ് മാത്രമല്ല, അതിനകത്ത് മുട്ടയും ഒക്കെ ചേരുന്നുണ്ടല്ലോ. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഇതുപോലെ മുരിച്ചെടുത്തിട്ട് എന്നിട്ടിത് സോസ് കൂട്ടി കഴിക്കണം. അടിപൊളിയാട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ എടുത്ത് വെച്ചിട്ട് ഇത്തിരി സോസും കൂടി വെച്ച് മുറിച്ചൊന്ന് കഴിച്ച് നോക്കി. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളൂ. ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നല്ല അടിപൊളി സ്നാക്സ് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ സോസ് ഇല്ലെങ്കിലും വെറുതെ ആണെങ്കിലും കഴിക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു. ഉണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. കറുകറുന്ന് കടിച്ച് കഴിക്കാം. ഓക്കെ.